ടോക്ക് ഷോയുടെ പേരിൽ SFI പ്രവർത്തകരെ രംഗത്തിറക്കി അവഹേളിക്കാൻ ശ്രമിച്ചുവെന്ന് വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ. ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ നിന്നാണെന്നും വട്ടിയൂർക്കാവിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജൻസി വിദ്യാർത്ഥികളുമായി സംസാരിക്കണമെന്നും പറഞ്ഞാണ് അഭിമുഖത്തിന് വിളിച്ചത്. പക്ഷേ ചോദിച്ചത് മുഴുവൻ BJPയെ ലക്ഷ്യം വെച്ചുള്ള ചോദ്യങ്ങളായിരുന്നുവെന്നും കരുതിക്കൂട്ടി തയ്യാറാക്കിയ നാടകമായിരുന്നുവെന്നും ആർ ശ്രീലേഖ പറഞ്ഞു. ഞാൻ എന്നെ ട്രാപ്പ് ചെയ്യാൻ ഒരു ശ്രമം നടത്തി. അത് ഞാനങ്ങ് പെട്ടുപോയി. ഒരു 1.5 മണിക്കൂർ അവരുടെ ട്രാപ്പിലായിപ്പോയി. 4 SFI സ്റ്റുഡൻസ് പ്രിപ്പയർഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, അതെല്ലാം ഒരു അജണ്ടയുടെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അത് വീഡിയോ റെക്കോർഡ് ചെയ്ത് അതിലൊരു ഈ നിതീഷ് എന്ന് പറഞ്ഞ സ്വയം പരിചയപ്പെടുത്തിയ മാധ്യമ പ്രവർത്തകൻ, ആളുടെ ട്വിറ്റർ അക്കൗണ്ടിനകത്ത് അയാളൊരു കട്ട കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അയാൾ പറഞ്ഞിരിക്കുന്നത് കള്ളമായിരുന്നു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ലേഖകനല്ലായിരുന്നു. വളരെ പീസ്ഫുള്ളായിട്ട് കാമായിട്ട് ഞാൻ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അവരിങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്നു ത്രൂ ഔട്ട്. കുറേ ABVP സ്റ്റുഡൻസും നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തനം കൂടെ ചേർന്നിട്ട് ഒരു LDF കാൻഡിഡേറ്റിനെ ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? വാർത്തയുടെ വിവരങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനൻ ഒപ്പം ശരിയാണ്. ജ്യോതിഷ്, എന്താണ് സംഭവിച്ചത്? ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പേരിലാണ് വിളിക്കുന്നത്, പിന്നീട് അങ്ങനെയേ അല്ല എന്ന് ആർ ശ്രീലേഖ പറയുന്നുണ്ട്. കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ പ്രചരണത്തിനിടെ ഏതാണ്ട് 9 മണിയോടുകൂടി നിരന്തരം ശ്രീലേഖയുടെ ഫോണിലേക്ക് നിതീഷ് എന്നൊരാൾ വിളിക്കുകയായിരുന്നു. വിളിച്ച ശേഷം നിരന്തരം വിളിച്ചതിനെ തുടർന്ന് ശ്രീലേഖ ഫോൺ എടുക്കുകയും അപ്പോൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ലേഖകനാണെന്നും തങ്ങളൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, അതായത് എല്ലാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നേരിട്ട് കാണുകയും അതിൽ വിദ്യാർത്ഥികളെ ജൻസി പിള്ളേരുമായിട്ട് ഈ സ്ഥാനാർത്ഥികൾക്കൊരു സംവാദം രീതിയിൽ, അതായത് എന്തൊക്കെയാണ് ഈ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ജൻസി പിള്ളേരുടെ രാഷ്ട്രീയത്തോടുള്ള കാഴ്ചപ്പാടുകൾ എന്താണ് എന്നെല്ലാം അറിയാനുള്ള ഒരു ടോക്ക് ഷോ ആണ് തങ്ങൾ നടത്താൻ ഈ ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു ഈ ക്യാമ്പയിൻ നടത്തിയ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ലേഖകൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ നിതീഷ് പറഞ്ഞിരുന്നത്. അതിനുശേഷം ശ്രീലേഖ പറഞ്ഞു, ഇത് തൻ്റെ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്ന ഒരു കോർഡിനേറ്റർ ഉണ്ട്, ആ വ്യക്തിയുമായിട്ട് സംസാരിക്കും, അതിനുശേഷം ഇത് എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം ഈ വ്യക്തി തിരിച്ചു വിളിക്കുകയും വൈകുന്നേരം 9 മണിക്ക് മാരാർജി ഭവനിൽ, അതായത് BJPയുടെ ആസ്ഥാനത്ത് തന്നെ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ എത്തിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നത് ഈ മണ്ഡലത്തിലെ വികസന പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഉദ്ദേശിക്കുന്നതെന്നായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 9 മണിക്ക് അവിടെ ശ്രീലേഖ ചെല്ലും. പ്രചരണത്തിന് ശേഷം BJPയുടെ ആസ്ഥാനത്ത് മാരാർജി ഭവനിൽ എത്തുന്നു. അവിടെ എത്തിയ ശേഷം ഏതാണ്ട് അരമണിക്കൂറോളം ക്യാമറ എല്ലാം റെഡിയാക്കാൻ ഇതിന് തയ്യാറെടുത്തു. അതിനുശേഷം 9:30യോടുകൂടിയാണ് പരിപാടി ആരംഭിച്ചത്. 9:30 തൊട്ട് 10:30 വരെയായിരുന്നു, ഇപ്പോൾ രാത്രി 10:30 വരെയായിരുന്നു ഈ പരിപാടികൾ, ഈ ടോക്ക് ഷോ നടന്നത്. എന്നാൽ ഈ ടോക്ക് ഷോയിൽ ഒരു മണ്ഡലത്തിലെ വികസനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചോദിച്ചില്ല. ചോദിച്ചത് മുഴുവൻ BJPക്കെതിരായ അജണ്ട ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അത് വലിയ രീതിയിൽ ശ്രീലേഖയെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. എന്നാൽ ഇതിൽ നിന്ന് ശാന്തമായ മറുപടികളാണ് ശ്രീലേഖ പറയാൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ ഇതൊന്നും കേൾക്കാൻ ഇവർ തയ്യാറായില്ല. ഈ പ്രധാനമായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തത് 4 കുട്ടികളാണ്. പക്ഷേ ഈ കുട്ടികൾ ചോദിച്ചത് മുഴുവൻ ഈ BJPക്കെതിരായ ചോദ്യങ്ങളാണ്. പാർലമെൻറ്റിലെ കാര്യങ്ങളും അല്ലെ പ്രധാനമന്ത്രിക്കെതിരായ ചോദ്യങ്ങളും ഒക്കെയാണ് നടത്തിയത്. പിന്നെ കേരളത്തിലെ ഭരണം ഇടതുപക്ഷമാണ് പ്രധാനമായിട്ടും. കോവിഡ് കാലത്തും അതുപോലെ തന്നെ പ്രളയ സമയത്തും എല്ലാം ഇടതുപക്ഷമാണ് കേരളത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചത്. അല്ലെ കേരളത്തിലെ ഈ കോവിഡിൻ്റെ ഇതെല്ലാം പരിഹരിച്ചതെല്ലാം ഇടതുപക്ഷമാണ്, അല്ലാതെ BJPയുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പറയുകയും അതുപോലെ തന്നെ ശ്രീലേഖയെ പ്രകോപിപ്പിക്കാനും ശ്രമിച്ചു. എന്നാൽ അതിന് ഈ നിതീഷും ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഇത് ശരിയല്ല, ഇത് തന്നെ തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്, മണ്ഡലത്തിലെ വികസന പദ്ധതികളാണ് ചോദിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്, പുതിയ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ചോദിക്കുമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതൊന്നും അല്ല ഇവിടെ ചോദിച്ചിരുന്നതെന്ന് ശ്രീലേഖ പറയുകയും ചെയ്തു. മാത്രമല്ല ഈ കുട്ടികളുടെ ചോദ്യം കേട്ടപ്പോൾ തന്നെ SFI കുട്ടികളാണെന്നും മനസ്സിലായിരുന്നു. അപ്പോൾ വിശദമായി വരേണ്ടതുണ്ട് വരും മണിക്കൂറുകളിൽ. ഏതായാലും ആർ ശ്രീലേഖയെ ടോക്ക് ഷോ എന്ന പേരിൽ വിളിച്ച് SFIയുടെ അജണ്ട അടിച്ചേൽപ്പിക്കുകയായിരുന്നു. പറഞ്ഞത് ഒന്ന്,
എന്നാൽ ചോദിച്ചത് മറ്റൊരു തരത്തിൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു ജ്യോതിഷ് ജനാർദ്ദൻ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.